ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സ്മാർട്ട് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽസ് ആൻഡ് ബാറ്ററീസ് എന്ന ചാപ്റ്ററാണ്. ITI NSQ ലെവൽ 5 ഫസ്റ്റ് സെമസ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണിത്. പ്രാക്ടിക്കൽ വർക്ക്സും ഈ ഒരു ടോപ്പിക്കിൽ നിന്നുമുള്ളതുകൊണ്ട് വൈവ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ തിയറി ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ കണ്ടൻസ്: ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോകെമിസ്ട്രി, വാട്ട് ഈസ് എ സെൽ, connection of cells and classification of cells. Electrochemistry, the science that deals with the relation between electricity and chemical change is called electrochemistry. ഇലക്ട്രിസിറ്റിയും കെമിസ്ട്രിയും തമ്മിലുള്ള റിലേഷൻ 1834 മൈക്കൽ ഫാരഡെ ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തി. ഈ ഒരു റിലേഷനെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആയി തീർന്നു. ഇലക്ട്രോ കെമിസ്ട്രിയിലെ പ്രധാന പ്രോസസ്സാണ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ്, പ്രോസസ് ബൈ വിച്ച് ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ എ സബ്സ്റ്റൻസ് ടു ഇഫക്റ്റ് എ കെമിക്കൽ ചേഞ്ച്. ഇലക്ട്രിക് കറണ്ട് കടത്തിവിടുമ്പോൾ ഒരു സബ്സ്റ്റൻസിൽ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷനെ ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കുന്നു. ഇലക്ട്രോളിസിസ് എന്ന പ്രക്രിയ നടക്കുന്ന അപ്പാരറ്റസിനെ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് വിളിക്കുന്നു. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും ഒരു നെഗറ്റീവ് ഇലക്ട്രോഡും ഈ ഇലക്ട്രോഡുകൾ ഡിപ്പ് ചെയ്തു വച്ചിരിക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനും ഉണ്ടായിരിക്കും. ചിത്രത്തിൽ ഒരു സിമ്പിൾ ഇലക്ട്രോലൈറ്റിക് സെൽ ആണ് കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എന്നിവയാണ്. ഈ ഒരു അപ്പാരറ്റസിലേക്ക് കറണ്ട് കടത്തിവിടുമ്പോൾ ഇലക്ട്രോഡുകളും ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനും തമ്മിലുള്ള രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഇലക്ട്രോളിസിസ് സൊല്യൂഷനിൽ അയോണുകൾ രൂപപ്പെടുകയും ഇലക്ട്രോഡിൻ്റെ മേൽ മെറ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഡീകമ്പോസ് ചെയ്ത് മെറ്റൽ ഡിപ്പോസിഷൻ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസിൻ്റെ തിയറീസ് 2 ലോസായി സംഗ്രഹിച്ചിരിക്കുന്നു: ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആൻഡ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത്, ദി മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് എനി ഇലക്ട്രോഡ് is directly proportional to the amount of charge passed. ഇലക്ട്രോഡിന് മേൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട സബ്സ്റ്റൻസിൻ്റെ അളവ് അതിലൂടെ കടത്തിവിട്ട ചാർജിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത്, ദി മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് എനി ഇലക്ട്രോഡ് ഓൺ പാസിംഗ് എ സർട്ടൈൻ എമൗണ്ട് ഓഫ് ചാർജ് ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് കെമിക്കൽ ഇക്വിവലൻറ്റ് വെയ്റ്റ്. ഒരു നിശ്ചിത ചാർജ് കടത്തിവിടുമ്പോൾ ഇലക്ട്രോഡിൻ്റെ മേൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട സബ്സ്റ്റൻസിൻ്റെ അളവ് അതിൻ്റെ കെമിക്കൽ ഈക്വാലൻ്റ് വെയ്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്താണ് സെല്ലും ബാറ്ററിയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ യൂണിറ്റിനെ സെൽ എന്ന് വിളിക്കുന്നു. ഒരു കൂട്ടം സെല്ലുകളെ ബാറ്ററി എന്ന് പറയുന്നു. ബാറ്ററികൾ സ്റ്റോർഡ് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഒരു സെല്ലിൻ്റെയും ഒരു ഇലക്ട്രിക് ബാറ്ററിയുടെയും സിമ്പലാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ബാറ്ററിയുടെ കപ്പാസിറ്റിയെ ആംപെയർ ഹവറിലാണ് പറയുക. കണക്ഷൻ ഓഫ് സെൽസ്. റെസിസ്റ്ററുകൾ, ഇൻഡക്ടറുകൾ, കപ്പാസിറ്ററുകൾ എന്ന പോലെ സെൽസിനെയും സീരീസായും പാരലലായും കണക്ട് ചെയ്യുന്നു. സീരീസ് സെൽ കണക്ഷൻ്റെ ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു voltage per cell into number of cells. Total ampere hour rating is equal to
ampere hour rating of one cell. Parallel cell connectionil total voltage is equal to voltage rating of one cell. Total ampere hour rating is equal to ampere hour rating per cell into number of cells. ഇനി സെൽസിൻ്റെ കണക്ഷനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസിനെ പരിചയപ്പെടാം. Find total voltage of the battery and total ampere hour rating of the battery if ampere hour rating of cell is 3600 milliampere hour each. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് 4 സെല്ലുകൾ സീരീസായി കണക്ട് ചെയ്തിരിക്കുന്നു. ഓരോ സെല്ലിൻ്റെയും ആംപെയർ അവർ കപ്പാസിറ്റി തന്നിരിക്കുന്നത് 3600 മില്ലി ആംപെയർ അവർ ആണ്. ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ് തന്നിരിക്കുന്നത് 1.5 വോൾട്ടാണ്. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് പെർ സെൽ ഇൻറ്റു നമ്പർ ഓഫ് സെൽ. ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് 1.5ഉം അതുപോലെ 4 സെല്ലുകളും ഉള്ളതുകൊണ്ട് ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 6 വോൾട്ട്. ആംപെയർ അവർ റേറ്റിംഗ് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഒരു സെല്ലിൻ്റെ ആംപെയർ റേറ്റിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3600 മില്ലി ആംപെയർ അവർ or 3.6 ampere hour. Find total voltage of the battery and total ampere hour rating of the battery. 4 സെല്ലുകൾ പാരലലായി കണക്ട് ചെയ്തിരിക്കുന്നു. ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ് റേറ്റിംഗ് 3.6 വോൾട്ടും 3400 മില്ലി ആംപെയർ അവറുമാണ്. ഇതിൻ്റെ ടോട്ടൽ വോൾട്ടേജും ടോട്ടൽ ആംപെയർ അവർ റേറ്റിംഗും കണ്ടുപിടിക്കേണ്ടതുണ്ട്. 4 സെല്ലുകൾ പാരലലായി കണക്ട് ചെയ്തിരിക്കുന്നു. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ് റേറ്റിംഗിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.6 വോൾട്ട്. ടോട്ടൽ ആംപെയർ അവർ റേറ്റിംഗ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആംപെയർ റേറ്റിംഗ് പെർ സെൽ ഇൻറ്റു നമ്പർ ഓഫ് സെൽ. 3400 മില്ലി ആംപെയർ അവർ റേറ്റിംഗ് ഉള്ള 4 സെല്ലുകളുണ്ട്. അതുകൊണ്ട് ടോട്ടൽ ആംപെയർ റേറ്റിംഗ് is equal to 13.6 ampere hour. ഇതൊരു സീരീസ് പാരലൽ കണക്ഷനാണ്. ഇതിൻ്റെ ടോട്ടൽ വോൾട്ടേജും ആംപെയർ റേറ്റിംഗും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ 2 സെല്ലുകൾ പാരലലായി കണക്ട് ചെയ്തിരിക്കുന്ന 2 പെയറുകളാണ്. അവ രണ്ടും സീരീസായി കണക്ട് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് സെറ്റ് പാരലൽ കണക്ഷൻ്റെ ആദ്യം കണ്ടുപിടിക്കാം. Total voltage is equal to equation പ്രകാരം voltage of each cell is equal to 3.6 volt. Ampere hour rating is equal to 3400 milliampere hour into 2. That is equal to 6800 milliampere hour. സെക്കൻഡ് സെറ്റിൻ്റെ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുക. ടോട്ടൽ വോൾട്ടേജ് 3.6ഉം ആംപെയർ അവർ റേറ്റിംഗ് 6800 മില്ലി ആംപെയർ അവറും കിട്ടും. ഇവ രണ്ടും സീരീസായി കണക്ട് ചെയ്തിരിക്കുന്നു. ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഓഫ് ഈച്ച് സെൽ ഇൻറ്റു നമ്പർ ഓഫ് സെൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 7.2 വോൾട്ട്. ആംപെയർ അവർ റേറ്റിംഗ് ഈസ് ഈക്വൽ ടു ആംപെയർ അവർ ഓഫ് ഈച്ച് സെൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.8 ആംപെയർ അവർ. ഫൈൻഡ് ടോട്ടൽ വോൾട്ടേജ് ഓഫ് ദി ബാറ്ററി. ഇവിടെ 2 ബാറ്ററികൾ ഒരുപോലെയും മൂന്നാമത്തെ ബാറ്ററി അഥവാ സെൽ റിവേഴ്സ് രീതിയിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരം സീരീസ് കണക്ഷനിൽ ടോട്ടൽ വോൾട്ടേജ് കണ്ടുപിടിക്കുമ്പോൾ റിവേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് നെഗറ്റീവായി എടുക്കുക. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ വി ടോട്ടൽ ഈസ് ഈക്വൽ ടു V1 plus V2 minus V3. That is equal to 2 volt. Based on the state of electrolyte, cells are classified into 2. ഇലക്ട്രോലൈറ്റിൻ്റെ അവസ്ഥയനുസരിച്ച് സെല്ലുകളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഡ്രൈ സെൽ ആൻഡ് വെറ്റ് സെൽ. വാട്ട് ഈസ് എ ഡ്രൈ സെൽ? ഇലക്ട്രോലൈറ്റ് ജെൽ അഥവാ പേസ്റ്റ് രൂപത്തിലാണെങ്കിൽ അവയെ ഡ്രൈ സെൽസ് വിഭാഗത്തിൽപ്പെടുത്താം. ഡ്രൈ സെല്ലുകൾ സെമി സീൽഡ് ആയിരിക്കും.
ജെൽ ഓർ പേസ്റ്റ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇതുപയോഗിക്കാം. ഇലക്ട്രോലൈറ്റ് ലീക്ക് ചെയ്യും എന്നൊരു പ്രോബ്ലം ഡ്രൈ സെല്ലിൽ വരുന്നില്ല. വാട്ട് ഈസ് എ വെറ്റ് സെൽ? എ വെറ്റ് സെൽ ഈസ് വൺ ദാറ്റ് has a liquid solution electrolyte and must be operated in an upright position. ഇലക്ട്രോലൈറ്റുകൾ സൊല്യൂഷൻ രൂപത്തിലാണെങ്കിൽ അവയെ വെറ്റ് സെൽ വിഭാഗത്തിൽപ്പെടുത്താം. അപ്രൈറ്റ് പൊസിഷനിൽ മാത്രമേ ഇവ ഉപയോഗിക്കാനാവൂ. ചാർജിങ് അഥവാ ഡിസ്ചാർജിങ് നടക്കുമ്പോൾ ഗ്യാസസ് ജനറേറ്റ് ചെയ്യപ്പെടും. ഈ ഗ്യാസസിനെ എസ്കേപ്പ് ചെയ്യാനായി വെൻറ്റ് ഹോൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കും. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാറ്ററീസ്. ചാർജിങ് എബിലിറ്റിക്ക് അനുസരിച്ച് സെല്ലുകളെ പ്രൈമറി സെൽസ്, സെക്കൻഡറി സെൽസ് എന്ന് രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. പ്രൈമറി സെൽസ്. പ്രൈമറി സെൽസ് ആർ ദോസ് സെൽസ് ദാറ്റ് ആർ നോട്ട് റീചാർജബിൾ. റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കാത്ത തരം സെല്ലുകളെയാണ് പ്രൈമറി സെൽസ് എന്ന് വിളിക്കുന്നത്. പ്രൈമറി സെല്ലുകളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് റിവേഴ്സിബിൾ അല്ല. ഫുള്ളി ഡിസ്ചാർജഡ് ആയി കഴിഞ്ഞാൽ പ്രൈമറി സെല്ലുകൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഫ്ലോയിങ് ടൈപ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി പ്രൈമറി സെൽസ്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രൈമറി സെല്ലുകളുടെ ക്ലാസിഫിക്കേഷനുകളെ പറ്റി ഡീറ്റെയിൽഡായി പഠിക്കാം. പ്രൈമറി സെൽസ് 6 തരമുണ്ട്. വോൾട്ടായിക് സെൽ, ലെക്ലാങ്കി സെൽ, കാർബൺ സിങ്ക് സെൽ, ആൽക്കലൈൻ സെൽ, മെർക്കുറി സെൽ, സിൽവർ ഓക്സൈഡ് സെൽ ആൻഡ് ലിഥിയം സെൽ. സിമ്പിൾ വോൾട്ടായിക് സെൽ. ഇലക്ട്രോഡുകളായി കോപ്പറും സിങ്കും ഉപയോഗിക്കുന്നു. ഇലക്ട്രോലൈറ്റായി സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ് ഉപയോഗിക്കുന്നത്. പോസിറ്റീവ് ഇലക്ട്രോഡ് അഥവാ ആനോഡായി കോപ്പർ ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡ് അഥവാ കാഥോഡായി സിങ്ക് ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റ് ആയി H2SO4 സൊല്യൂഷനും ഉപയോഗിക്കുന്നു. ഇലക്ട്രോഡുകൾ സൾഫ്യൂരിക് ആസിഡുമായി കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുകയും ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നതിനാൽ വോൾട്ടായിക് സെല്ലുകൾ വെറ്റ് സെൽ വിഭാഗത്തിൽ പെടുന്നു. ലെക്ലാങ്കി സെൽ അഥവാ കാർബൺ സിങ്ക് സെൽ. ഇലക്ട്രോഡുകളായി കാർബണും സിങ്കും ഉപയോഗിക്കുന്നു. ഇലക്ട്രോലൈറ്റായി സ്ട്രോങ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് NH4Cl ആണ് ഉപയോഗിക്കുന്നത്. പോസിറ്റീവ് ഇലക്ട്രോഡ് അഥവാ ആനോഡ് ആയ കാർബൺ ഇലക്ട്രോഡും പൗഡേർഡ് കാർബണും മാംഗനീസ് ഡയോക്സൈഡും ചേർന്ന മിശ്രിതത്തിൽ ദ്വാരങ്ങളുള്ള ഒരു പോട്ടിൽ അടങ്ങിയിരിക്കുന്നു. ഈ പൊറസ് പോട്ട് ഗ്ലാസ് ജാറിൻ്റെ സെൻറ്ററിലാണ് വെച്ചിരിക്കുക. കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് രൂപപ്പെടുകയും അവ ഇലക്ട്രോഡുകളിൽ അടിഞ്ഞുകൂടി ഒരു തിൻ ലെയർ ഫോം ചെയ്ത് ബാറ്ററിയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. ഈ ഒരു പ്രക്രിയയെ പോളറൈസേഷൻ എന്ന് വിളിക്കുന്നു. പോളറൈസേഷൻ എന്ന ഇഫക്റ്റിനെ റിമൂവ് ചെയ്യുന്നതിനായി ആഡ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ ഡീപോളറൈസേഷൻ മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നു. ഇവിടെ ലെക്ലാങ്കി സെല്ലിൽ മാംഗനീസ് ഡയോക്സൈഡ് ഒരു ഡീപോളറൈസിംഗ് ഏജന്റ് ആയി വർത്തിക്കുന്നു. അങ്ങനെ ബാറ്ററിയുടെ പ്രവർത്തനത്തെ ശരിയായി ക്രമീകരിക്കുന്നു. ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ രൂപത്തിലായതിനാൽ ലെക്ലാങ്കി സെൽ ഒരു വെറ്റ് സെൽ വിഭാഗത്തിൽ പെടുന്നു. സിങ്ക് കാർബൺ ഡ്രൈ സെൽ. ലെക്ലാങ്കി സെല്ലിൽ നിന്നും ഇലക്ട്രോലൈറ്റ് ലീക്ക് ചെയ്യാനും അപകടമുണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ ലെക്ലാങ്കി സെല്ലുകളുടെ ഇലക്ട്രോലൈറ്റ് പേസ്റ്റ് രൂപത്തിലാക്കി നിർമ്മിച്ച സെല്ലുകളാണ് ഡ്രൈ സെൽസ്. ഇവ ലെക്ലാങ്കി സെല്ലുകളേക്കാൾ എക്സ്പെൻസ് കുറവുള്ള സെല്ലുകളാണ്. കാഥോഡ് സിങ്ക് ഇലക്ട്രോഡും ആനോഡ് കാർബൺ ഇലക്ട്രോഡും ഇലക്ട്രോലൈറ്റ് NH4Cl പേസ്റ്റും ആണ്. ഡ്രൈ സെല്ലുകളിൽ സിങ്ക് കണ്ടെയ്നറാണ് നെഗറ്റീവ് ഇലക്ട്രോഡായി പ്രവർത്തിക്കുന്നത്. സിങ്ക് കണ്ടെയ്നറിനുള്ളിൽ കാർബൺ റോഡ് ഇലക്ട്രോഡായും പ്രവർത്തിക്കുന്നു. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി സിങ്ക് ഇലക്ട്രോഡ് ഡീകമ്പോസ്ഡ് ആവുന്നു. ആയതിനാൽ ഒരുപാട് നാൾ എക്യുപ്മെൻസിനകത്ത് സൂക്ഷിച്ചാൽ സിങ്ക് കണ്ടെയ്നർ പൊട്ടിപ്പോകാനും ഇലക്ട്രോലൈറ്റ് ലീക്ക് ആവാനും എക്യുപ്മെൻസിൻ്റെ പാർട്സ് ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. ആൽക്കലൈൻ സെൽസ്. സിങ്ക് കണ്ടെയ്നർ നെഗറ്റീവ് ഇലക്ട്രോഡായും മാംഗനീസ് ഡയോക്സൈഡ് സിലിണ്ടർ പോസിറ്റീവ് ഇലക്ട്രോഡായും ഉപയോഗിക്കുന്നു. ഇലക്ട്രോലൈറ്റായി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ
ആൽക്കലൈൻ സൊല്യൂഷനുകൾ ഏതെങ്കിലും ഉപയോഗിക്കുന്നു. പ്രൈമറി സെല്ലുകളാണ് ആൽക്കലൈൻ സെൽസ്. കാർബൺ സിങ്ക് സെല്ലുകളുടെ അതേ സ്റ്റാൻഡേർഡ് സൈസിൽ ലഭ്യമാണ്. പക്ഷേ കാർബൺ സിങ്ക് സെല്ലുകളേക്കാൾ എക്സ്പെൻസീവാണ് ആൽക്കലൈൻ സെൽസ്. ആൽക്കലൈൻ സെല്ലുകൾക്ക് ഡ്രൈ സെല്ലുകളേക്കാൾ ഷെൽഫ് ലൈഫ് കൂടുതലാണ്. മെർക്കുറി സെൽസ് ഡിജിറ്റൽ വാച്ചസ്, കാൽക്കുലേറ്റേഴ്സ്, അതുപോലെ ഹിയറിംഗ് എയ്ഡ്സ് പോലുള്ള ചെറിയ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രൈമറി സെല്ലാണ് മെർക്കുറി സെൽസ്. കാർബൺ സിങ്ക് സെല്ലുകളിൽ നിന്നും വ്യത്യസ്തമായ ഷേപ്പും സൈസും മെർക്കുറി സെല്ലുകളുടെ സവിശേഷതയാണ്. ആനോഡായി മെർക്കുറിക് ഓക്സൈഡും കാഥോഡായി സിങ്കും ഇലക്ട്രോലൈറ്റായി ആൽക്കലൈൻ സൊല്യൂഷനുകളും മെർക്കുറി സെല്ലുകളിൽ ഉപയോഗിക്കുന്നു. സിൽവർ ഓക്സൈഡ് സെൽ. മെർക്കുറി സെല്ലുകളുടേതിന് സമാനമായ രൂപത്തിലുള്ള പ്രൈമറി സെല്ലുകളാണ് സിൽവർ ഓക്സൈഡ് സെൽസ്. ലൈറ്റ് ലോഡ്സിനും ഹയർ വോൾട്ടേജ് ആപ്ലിക്കേഷനുകളിലും സിൽവർ ഓക്സൈഡ് സെല്ലുകൾ ഉപയോഗിക്കുന്നു. ഹിയറിംഗ് എയ്ഡുകളിലും ഇലക്ട്രോണിക് വാച്ചുകളിലുമാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. സിൽവർ ഓക്സൈഡ് സെല്ലുകളുടെ സവിശേഷതകൾ ഗുഡ് എനർജി ടു വെയ്റ്റ് റേഷ്യോ ആണ്. ആനോഡായി സിൽവർ ഓക്സൈഡും കാഥോഡായി സിങ്ക് ഇലക്ട്രോഡും ആൽക്കലൈൻ സൊല്യൂഷനുകൾ ഏതെങ്കിലും ഇലക്ട്രോലൈറ്റുമായി ഉപയോഗിക്കുന്നു. ലിഥിയം സെൽസ് വ്യത്യസ്ത സൈസിലും കോൺഫിഗറേഷനിലും ലഭ്യമായ പ്രൈമറി സെല്ലുകളാണ് ലിഥിയം സെല്ലുകൾ. 2.5 മുതൽ 3.6 വോൾട്ട് വരെ ലഭ്യമാണ്. കൂടുതൽ ഷെൽഫ് ലൈഫും എനർജി ടു വെയ്റ്റ് റേഷ്യോയും ലിഥിയം സെല്ലുകളുടെ പ്രത്യേകതയാണ്. -50°C മുതൽ 75°C വരെ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് വോൾട്ടേജിൽ ലിഥിയം സെല്ലുകൾ പ്രവർത്തിക്കുന്നു. ആനോഡായി കാർബണും കാഥോഡായി ലിഥിയവും ഇലക്ട്രോലൈറ്റായി സൾഫർ ഡയോക്സൈഡും സൊല്യൂഷനും ഉപയോഗിക്കുന്നു. ഡിഫക്ട്സ് ഇൻ പ്രൈമറി സെൽസ്. ഇനി പറയാൻ പോകുന്നത് പ്രൈമറി സെല്ലുകളിലെ സാധാരണയായി കണ്ടുവരുന്ന ഡിഫക്ട്സ് ആണ്. പ്രൈമറി സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് സ്ട്രെങ്ത് കുറയുകയും ഇല്ലാതാവുകയും ചെയ്യുന്നതിന് കാരണമായ ഡിഫക്ട്സ് ആണ് ലോക്കൽ ആക്ഷൻ, പോളറൈസേഷൻ എന്നിവ. In a simple voltaic cell, bubbles of hydrogen are seen to evolve from the zinc plate even on open circuit. This effect is local action. സിങ്കിൽ അടങ്ങിയിട്ടുള്ള കാർബൺ, അയൺ, ലെഡ് തുടങ്ങിയ ഇമ്പ്യൂരിറ്റീസിൻ്റെ സാന്നിധ്യം മൂലം ഒരു സിമ്പിൾ വോൾട്ടായിക് സെല്ലിൽ ഓപ്പൺ ആയിരിക്കുന്ന കണ്ടീഷനിലും ഹൈഡ്രജൻ ഗ്യാസ് പുറപ്പെടുവിക്കുകയും അതുവഴി കറണ്ട് സ്ട്രെങ്ത് കുറയാൻ കാരണമാവുകയും ചെയ്യുന്നു. ഈ ഒരു പ്രതിഭാസത്തെ ലോക്കൽ ആക്ഷൻ എന്ന് വിളിക്കുന്നു. സിങ്ക് പ്ലേറ്റിനെ സൾഫ്യൂരിക് ആസിഡ് ഡിപ്പ് ചെയ്തതിന് ശേഷം സർഫസ് മെർക്കുറി കൊണ്ട് ഉരസുക വഴി സിങ്ക് പ്ലേറ്റിനെ മെർക്കുറി കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുവാനും അതുവഴി ലോക്കൽ ആക്ഷനെ ഒരു പരിധിവരെ കുറയ്ക്കുവാനും സാധിക്കുന്നു. As current flows, bubbles of hydrogen evolve at the copper plate on which they gradually form a thin layer. This effect is polarization. ബാറ്ററി ഡിസ്ചാർജിംഗ് കണ്ടീഷനിൽ പുറപ്പെടുവിക്കുന്ന ഹൈഡ്രജൻ ഗ്യാസ് കോപ്പർ ഇലക്ട്രോഡുകളിൽ തിൻ ലെയറായി മാറുകയും അതുവഴി കറണ്ട് സ്ട്രെങ്ത് കുറയാനും ബാറ്ററിയുടെ ശരിയായ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുവാനും കാരണമാകുന്നു. ഈ പ്രതിഭാസത്തെ പോളറൈസേഷൻ എന്ന് വിളിക്കുന്നു. കോപ്പർ പ്ലേറ്റിൽ തിൻ ലെയർ ഫോം ചെയ്യുന്നതിന് മുൻപായി ഹൈഡ്രജൻ ഗ്യാസിനെ ഓക്സിഡൈസ് ചെയ്യുവാനായി ഡീപോളറൈസേഴ്സ് ആഡ് ചെയ്യുന്നു. മാംഗനീസ് ഡയോക്സൈഡ് സിമ്പിൾ വോൾട്ടായിക് സെല്ലിൽ ഉപയോഗിക്കുന്ന ഒരു ഡീപോളറൈസേഷൻ ഏജന്റ് ആണ്. സെൽസ് ആൻഡ് ബാറ്ററീസിൻ്റെ അടുത്ത പാർട്ടിൽ നമുക്ക് സെക്കൻഡറി സെല്ലുകളെയും അവയുടെ ഡിഫക്ട്സിനെയും പരിചയപ്പെടാം. ആ വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.